ഓക്കെ, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൻ്റെ ബാക്കിയാണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് അതേപോലെ തന്നെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പോകുന്നത് എൻ്റർപ്രണറും മാനേജറും തമ്മിലുള്ള ഡിഫറൻസിലേക്കാണ്. ഏകദേശം നമുക്ക് പറയുമ്പോൾ രണ്ടും ഒരേപോലെയാണെന്ന് തോന്നാം, പക്ഷേ അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്നാമത്തത് എൻ്റർപ്രണർ സ്റ്റാർട്ട്സ് ആൻ എൻ്റർപ്രൈസ് ഫോർ ഹിസ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് എൻ്റർപ്രണർ എന്ത് ചെയ്യുന്നത്, എൻ്റർപ്രൈസ് തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് മാനേജർ ആണെങ്കിലോ അണ്ടർ ഹിസ് സർവീസ് ടു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എൻ്റർപ്രൈസിന്, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എൻ്റർപ്രൈസിന് വേണ്ടി അയാളുടെ സർവീസ് നൽകുന്ന ഒരാളാണ് മാത്രമാണ് എൻ്റർപ്രണർ. പിന്നെ രണ്ടാമത്തത് ഓണർ ഓഫ് ദ ബിസിനസ്. എൻ്റർപ്രണർ എപ്പോഴും ബിസിനസ്സിന് ഓണറായിരിക്കും എൻ്റർപ്രണർ. നേരെ മറിച്ച് എംപ്ലോയി ഓഫ് ദ എൻ്റർപ്രണർ, എൻ്റർപ്രണറിൻ്റെ ഒരു എംപ്ലോയി മാത്രമാണ് മാനേജർ. മാനേജർ ഒരു സ്ഥാപനത്തിൽ ഒരു വർക്കർ മാത്രമായിരിക്കും. ഈ രീതിയിലാണ് വരുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തതിലേക്ക് പോകാം. തേർഡ് പോയിൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ബിയർസ് ഓൾ റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻവോൾവ് ഇൻ ദ എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്ന ഒരാളാണ് എൻ്റർപ്രണർ. നേരെ മറിച്ച് നെയ്തർ ഷെയർ റിസ്ക് നോ ബിയർ അൺസർട്ടനിറ്റി. ഒരു റിസ്ക്കും അൺസർട്ടനിറ്റിയും ആരേറ്റെടുക്കില്ല, മാനേജർ ഏറ്റെടുക്കുന്നില്ല. നാലാമത്തെ പോയിൻ്റ് റിസീവ്സ് പ്രോഫിറ്റ്. എൻ്റർപ്രണർ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ലാഭമായിരിക്കും. എന്ന് വെച്ച് സാലറിയാണ് ആർക്ക് കിട്ടുക, മാനേജറിന് കിട്ടുക. അഞ്ചാമത്തെ പോയിൻ്റ് ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻസ് ആൻഡ് ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവരുന്ന ആളാണ് എൻ്റർപ്രണർ. എന്ന് എക്സിക്യൂട്ട് ദ പ്ലാൻ ഓഫ് ദ എൻ്റർപ്രണർ. എൻ്റർപ്രണർ കൊണ്ടുവന്നിട്ടുള്ള ആ ഐഡിയ, ആ പുതിയ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരാൾ മാത്രമാണ് മാനേജർ. ഇനി ആറാമത്തെ പോയിൻ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ഹൈ. എൻ്റർപ്രണറിൻ്റെ കേസിൽ റെസ്പോൺസിബിലിറ്റി ഹൈ ആണ്, നേരെ മറിച്ച് മാനേജറിന് ലോ റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ. ലാസ്റ്റ് പോയിൻ്റ് സെൽഫ് മോട്ടിവേറ്റഡ്, അതായത് സ്വയം മോട്ടിവേഷൻ ചെയ്യപ്പെട്ട ആളാണ്, പ്രചോദനം കിട്ടിയ ആളാണ് എൻ്റർപ്രണർ. നേരെ മറിച്ച് മോട്ടിവേറ്റഡ് ബൈ പവർ, അയാളുടെ അധികാരത്തിൻ്റെ ബേസിൽ മാത്രമാണ് മാനേജർ മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് 7 പോയിൻറ്റ്സാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എൻ്റർപ്രണറും മാനേജറും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ശരിക്കും പറയുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ ആളുകളാണ് രണ്ടും, എൻ്റർപ്രണറും മാനേജറും. പക്ഷെ എന്നാലും ഒരുപാട് ഡിഫറൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ജസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് എൻ്റർപ്രണർഷിപ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.